യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യമാണ് തേടുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഇതോടെ ഇറാൻ സമാധാന ശ്രമങ്ങളിൽ സഹകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയാണ്. യുദ്ധത്തിന്റെ ശാശ്വതമായ അവസാനം ലക്ഷ്യം വെക്കുന്നതിനാലാണ് പാകിസ്ഥാനിലെത്തിയുള്ള സമാധാന ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അനുകൂലമായ ധാരണകൾ ഉണ്ടായാൽ വഴങ്ങുമെന്ന് സൂചന നൽകുന്നതാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന. പാകിസ്ഥാനിൽ വെച്ച് നടന്ന സൗദി, തുർക്കി, ഈജിപ്ത് ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നത് വിശദീകരിച്ചാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ അനുകൂലമായ പ്രസ്താവന. യുദ്ധത്തിന് ശാശ്വത അന്ത്യമാണ് തേടുന്നതെന്നും അതില്ലാത്തതിനാലാണ് വിട്ടുനിന്നതെന്നാണ് വിശദീകരണം. അനുകൂല ധാരണകൾ ഉണ്ടായാൽ ചർച്ചകൾക്ക് സന്നദ്ധമെന്ന് വ്യക്തമാക്കുന്നതാണ് നയതന്ത്ര രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ പ്രസ്താവന. സമാധാന ശ്രമങ്ങൾക്ക് പാകിസ്ഥാന് നന്ദി അറിയിക്കുക കൂടി ചെയ്തതോടെ ഈ വഴിയിലൂടെയുള്ള നീക്കങ്ങൾ ഇനിയും തുടരാനാണ് സാധ്യതകൾ. എന്നാൽ ശാശ്വതമായ അന്ത്യം എന്നത് അത്ര എളുപ്പമല്ല. സമാധാന ശ്രമങ്ങൾക്ക് മൂന്ന് രാജ്യങ്ങളും ഒരുപോലെ വഴങ്ങേണ്ടി വരും. മൂന്ന് രാജ്യങ്ങളുടെയും ആവശ്യങ്ങളും നിബന്ധനകളുമാണ് യുദ്ധം നീണ്ടുപോകുമോ അതോ ഒരു പരിഹാരം കാണാൻ എളുപ്പം കഴിയുമോ എന്ന് തീരുമാനിക്കുന്നത്. സുഹൃത്ത് രാഷ്ട്രങ്ങൾ വഴി അമേരിക്ക 48 മണിക്കൂർ വെടിനിർത്തലിന് ശ്രമിച്ചത് തള്ളിയതായി നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു. അതേസമയം ഹോർമൂസിലൂടെ ആവശ്യ വസ്തുക്കളും മാനുഷിക സഹായവും വഹിച്ചുള്ള കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയെന്ന് ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിന് നേരെ നാലാമതുമുണ്ടായ ആക്രമണത്തിൽ സുരക്ഷാ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ പെട്രോ കെമിക്കൽ ഫാക്ടറികളും ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ എല്ലാ ശേഷികളും തരിപ്പണമാക്കിയെന്ന അവകാശവാദങ്ങൾക്കിടെ F-15E വിമാനവും വാഡ്ഹോഗ് എന്ന 10 വിമാനവും തകർത്തതും ഹെലികോപ്റ്ററുകൾ ആക്രമിക്കപ്പെട്ടതുമായ വാർത്തകൾ അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. വലിയ ഇടവേളയിലെ കനത്ത സൈനിക നഷ്ടം കൂടിയാണിത്. ഗൾഫിലേക്ക് നടക്കുന്ന ഇറാന്റെ ആക്രമണത്തിൽ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിലെ ഒറാക്കിൾ കെട്ടിടത്തിൽ ആക്രമണത്തിന്റെ അവശിഷ്ടങ്ങൾ വീണു. ദുബായ് മറീനയിലും കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചുവെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ബഹ്റൈനിലെ സിത്രയിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. UAEയിൽ 24 മണിക്കൂറിനിടെ 14 പേർക്ക് പരിക്കേറ്റു എന്നാണ് സൂചനകൾ. സമാധാന ശ്രമങ്ങൾക്ക് അനുകൂല നിലപാട് വരുമ്പോഴും ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാനും ആക്രമണം തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം എന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എങ്കിലും ഇറാന്റെ വിദേശകാര്യമന്ത്രി നടത്തിയ പ്രസ്താവന ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്.